വന്നീല എന്നോടൊന്നും ചൊല്ലീല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ. ശ്രീമാനുടെ പാട്ടൊക്കെ അടിപൊളിയാണല്ലോ. ഇനിയോ അയ്യ. അപ്പം എന്തായാലും സംഗീതം, പ്രപഞ്ചത്തിൽ സംഗീതം ഉണ്ടെന്നിരിക്കെ സംഗീതം ജീവനോപാധിയും ഒക്കെ ആക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കൊച്ചി പാലാരിവട്ടത്ത് ശ്രീമാനുടെ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ പാലക്കാടും ഒപ്പം തന്നെ തൃശ്ശൂരും ഒക്കെയാണ് ഈ മദ്ദളം തബലയൊക്കെ നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുമുണ്ട്. അജു എന്നാണ് പേര്. നല്ല ഒന്നാം തരം തബല നിർമ്മാതാവാണ്. 30 വർഷമായി പണി തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം പുള്ളിയാണ്. ചേട്ടാ 3 പതിറ്റാണ്ടായി ആരംഭിച്ചതാണ് അജുവിൻ്റെ തബല നിർമ്മാണം. ഈ വീട്ടിലിരുന്ന് അജു പണിതെടുത്തത് എണ്ണമറ്റ തബലകൾ. ശ്രുതിയും താളവും ലയവും എല്ലാം മികച്ച രീതിയിൽ സംയോജിച്ച് ലഭിക്കുന്ന തബല എറണാകുളത്ത് എവിടെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ കൊച്ചിക്കാർക്ക് ഒരു മറുപടിയേ ഉള്ളൂ: അജു അച്ചായൻ. എൻ്റെ അമ്മയുടെ വീട്ടിലാണിത്. എൻ്റെ അമ്മയുടെ ഫാദറൊക്കെ തബല മൃദംഗത്തിൻ്റെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ചെറുപ്പം മുതൽ അവിടെ നിന്നാണ് വളർന്നത്. ഇപ്പം ഞാനൊരു 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ തബലയോട് പണിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. 5 കൊല്ലം അവിടെ നിന്ന് പഠിച്ച് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കീഴിൽ പോയി വർക്ക് ചെയ്യണമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ തബല എന്ന് പറഞ്ഞാൽ ഒരു തബല പ്ലാവ് കുറ്റിയുണ്ട്. പിന്നെ തബല കണിക്കൊന്നയാണ് നല്ലത്. ആടൻ തോലിലാണ് ചെയ്യുന്നത്. തോട്ടറിൽ നിന്ന് തോല് പച്ചത്തോലെടുത്തിട്ട് ബ്ലീച്ച് ചെയ്ത് ഉണക്കി ആണ് ചെയ്യുന്നത്. ഇവിടെ തബലക്ക് 4 തോല് വേണം, ആട്ടും തോലുവാനാണ്. പിന്നെ തബലയുടെ മുദ്ര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് എരുമയുടെ വള്ളിയാണ് വേണ്ടത്. അത് ചെറിയ വീതിയിൽ വള്ളി കുറച്ച് വെട്ടിയെടുക്കും. അത് നനച്ചിട്ട് ഇത് കുതിർത്തി മുദ്ര കുത്തും എന്ന് പറയണതിന്. മുദ്ര കുത്തി 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കും. അത് കഴിഞ്ഞിട്ട് അത് വാറ് കോർത്ത് എന്ന് പറഞ്ഞാൽ ചരട് കോർത്ത് കഴിഞ്ഞിട്ട് അത് ടൈറ്റ് ചെയ്തിട്ട് മഷി ഇടും. മഷി എന്ന് പറഞ്ഞാൽ പുരാണകീടം എന്ന് പറഞ്ഞൊരു കല്ലാണത്. അത് പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ എടുത്തുന്ന കാക്കനാട് എടുത്തുന്ന മലകളിൽ നിന്നാണ് കിട്ടണത്. അതുകൊണ്ട് നമ്മൾ പൊടിച്ച് ഇരുമ്പിൻ്റെ ഒലക്കൊക്കെ പൊടിച്ച് നേരത്തെ ഇരുമ്പിൻ്റെ ഒലക്കൊക്കെ പൊടിച്ചെടുത്ത് പൗഡർ പോലെ ആക്കും. എന്നിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ചോറും ഇതും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് തുകലിട്ട് 1 മണിക്കൂർ വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ. ആ ഇതിലാണ് നാദം, തബലയുടെ നാദം നിശ്ചയിക്കുന്ന ആ സാധനമാണ്. അവരുടെ അനുസൃതിക്കനുസരിച്ച് 5, 4, 2, 1 എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചുള്ള തബല ചെയ്തു കൊടുക്കും. ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ തുകല് സോട്ടറിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചം കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നല്ല ഇപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കുന്ന നല്ല തബലക്കാരുടെയൊക്കെ നമ്മൾ തന്നെ നാടൻ തോലിട്ട് ചെയ്തു കൊടുക്കും. പണിയെടുക്കുമ്പോൾ ആ ശ്രുതിയൊക്കെ കൂട്ടിയിരിക്കുമ്പോൾ ഒരു സന്തോഷം. എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നാൽ അപ്പം തന്നെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തബലയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അജുവിന് പൂർണ്ണ പിന്തുണയുമായി മകൾ ജുവലും ഒപ്പമുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴത്തേ തോന്നി ഇങ്ങോട്ട് വരണമെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി ചെയ്യാനായിട്ട്. ഇത് ഊരാനായിട്ട് പഠിച്ചു. പിന്നെ മഷി ഇങ്ങനെ വരയ്ക്കാനായിട്ട് പഠിച്ചു. മുദ്ര കുത്താൻ പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വരാറുണ്ട്, ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അജു അച്ചായൻ പാലാരിവട്ടത്തെ ഈ വീട്ടിൽ നിർമ്മിച്ച തബലകൾ നിരവധി വേദികളിലാണ് മുഴങ്ങി കേൾക്കുന്നത്. ഇനിയും ഒരുപാട് തബലകൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലടക്കം നൽകണമെന്നാണ് അജു അച്ചായൻ്റെ ആഗ്രഹം. നടക്കട്ടെ. എല്ലാവിധമായ ആശംസകളും. കൊച്ചിയിൽ നിന്നും ശ്രീകുമാറിനും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24.